ഇത് യങ് പറയുന്നത്, കാൾ ഗുസ്താഫ് യങ് പറയുന്നത് നന്നായി ഇതിനെ പഠിച്ചിട്ടാണ്. പഠിക്കാൻ പറയാനാവില്ല ഈ വാക്ക്. നമ്മൾ ഇനിയും പഠിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രാകൃതത്തെ, അതുകൊണ്ട് അവര് പുരാണത്തെ വിളിക്കുന്നത് തന്നെ ആർക്കിടൈപ്പ് എന്നാണ്. ആർക്കിടൈപ്പ്. ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം പൂർവ്വരൂപം എന്ന് പറയാമെന്ന് തോന്നുന്നു. ആരുടെ പൂർവ്വരൂപമാണിത്? ഈ ഭീഷ്മർ ആരുടെ പൂർവ്വരൂപമാണ്? എന്റെ. ഈ ദുര്യോധനൻ ആരുടെ പൂർവ്വരൂപമാണ്? എന്റെ. ഈ യുധിഷ്ഠിരൻ ആരുടെ പൂർവ്വരൂപമാണ്? എന്റെ തന്നെ. ഈ കൃഷ്ണനോ എന്റെ തന്നെ പൂർവ്വരൂപം. നിങ്ങൾക്ക് ഏതാണ്ട് ചെറുതായി പിടികിട്ടി കാണും ഞാൻ പോകാൻ പോകുന്ന വഴി ഏതാണ്. ഇതൊന്നും എന്റെ അല്ല എന്ന് പറഞ്ഞൊരു പഠനം എനിക്കില്ല ഇവിടെ. ദുര്യോധനൊന്നും എന്റെ പൂർവ്വരൂപമല്ല. ആളുകൾ കേക്ക് എനിക്ക് എടുക്കാവുന്ന ഒരേ ഒരു രൂപം യുധിഷ്ഠിരന്റേതാണ്. അതുകൊണ്ട് ഞാൻ യുധിഷ്ഠിരനും ധർമ്മിയുമാണ്. ഈ ലോകമൊക്കെ അധർമ്മമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വങ്കന്റെ സിദ്ധാന്തം. ധർമ്മത്തെ ഒരുവൻ അറിയണമെങ്കിൽ അധർമ്മത്തിന്റെ വേദനയും യാതനയും അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അനുഭവങ്ങളിൽ അവൻ അനുഷ്ഠിച്ചു പോന്ന അധർമ്മങ്ങൾ അവനെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. ഒരു കുട്ടിക്ക് പൂർവ്വജന്മങ്ങളിൽ പോലുമുള്ള സ്മൃതി അഗ്നി പൊള്ളുമെന്നറിയുന്നത് കൊണ്ടാണ് അതിന്റെ കൈ അതിന്റെ അടുക്കലേക്ക് പോകാത്തത്. സുഖമാണെന്ന് തോന്നിയാൽ അഗ്നി എടുത്തത് വിഴുങ്ങാനും തുടങ്ങും. ഇതുപോലെ മനുഷ്യന് ഒരു പ്രത്യേക ദശയിലെങ്കിലും അധർമ്മത്തെ കാണുമ്പോൾ തന്നെ ഭയമുണ്ടാകുന്നതുണ്ട്. നമ്മുടെ പൂർവ്വരൂപത്തോടുള്ള നമ്മുടെ ബന്ധം കൊണ്ടാണ്. ഈ പൂർവ്വരൂപങ്ങളെ അന്വേഷിച്ച ഒരു ഋഷീശ്വരൻ, അനേകം പേര് അനേക വഴിയിൽ ഇത് അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഋഷീശ്വരൻ തന്റെ പൂർവ്വരൂപങ്ങളിൽ ഓരോന്നിനെയും നിരത്തി നിർത്തി അപഗ്രഥിക്കുകയാണ്. ഓരോ പൂർവ്വരൂപത്തെയും ഒരേ സമയം ദുര്യോധനനും സുയോധനനുമായിരിക്കുന്ന പൂർവ്വരൂപത്തെ ഉൾപ്പെടെ, ആ വാക്ക് മറന്നു പോകരുത്, ദുര്യോധനനും സുയോധനനും ഒരാൾ തന്നെയാണ്. ഇത് വ്യാസൻ വെറുതെ ഇട്ട പേരാവില്ല. എനിക്ക് നിങ്ങൾക്കും ദുര്യോധനൻ സമ്മതനാണോ എന്നുള്ളതല്ല പ്രശ്നം. വ്യാസന്റെ ദുര്യോധനനും സുയോധനനും ഒരാളാണെന്നുള്ളതാണ്. ദുര്യോധനനും സുയോധനനുമായിരിക്കുന്ന തന്റെ പൂർവ്വരൂപത്തെ ഉൾപ്പെടെ ഒരു മഹർഷീശ്വരൻ തന്നിലേക്ക് നോക്കിക്കാണുകയാണ്. ആ പൂർവ്വരൂപങ്ങൾ അത്രയും അപഗ്രഥിച്ച് അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ച് അതിനെ നിരസിക്കുമ്പോൾ ആ വ്യാസന്റെ കുണ്ടലിനി ലതയിൽ ഫലിച്ച ഫലമാണ് മഹാഭാരതം. ഇതൊന്ന് തിരിച്ചു മാറ്റി പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വാൽമീകിയുടെ കുണ്ടലിനിയിൽ ഉണർന്നുയർന്ന് ഫലിച്ച ഫലമാണ് രാമായണം. ഇത് നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ നമ്മളും നമ്മുടെ പൂർവ്വരൂപങ്ങളെ കണ്ടെത്തണം. ഇത് വായിച്ച് നമ്മളും ആന്തരികമായൊരു തപസ്സിലേക്ക് മന്ദം മന്ദം കടന്നു ചെല്ലണം. ഇതിനൊരു സാഹിത്യകൃതി വായിക്കുന്ന ലാഘവത്തോടെ, ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ കേട്ടുപോയാലൊന്നും നമുക്ക് ഈ തിരിച്ചറിവ് കിട്ടിയെന്ന് വരില്ല. ഭാരതീയ സംസ്കൃതിയുടെ വലിപ്പവും ഋജുത്വവും ഇവിടെ തന്നെയാണ്. വിനയപൂർവ്വം പറയട്ടെ, അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് എന്റെ കൃഷ്ണൻ യുദ്ധത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. അതിലേക്ക് മെല്ലെ നമുക്ക് കടന്നു പോവാം. എനിക്കതുകൊണ്ടൊരു എളുപ്പവും ഒരു വിഷമവും ഒരുമിച്ചുണ്ട്. ഒന്ന്, ഗീതയെ മാറ്റി നിർത്തിക്കൊണ്ട് മഹാഭാരത സന്ദർഭങ്ങളെ തരിക എന്നായിരുന്നു ഞാനിവിടെ എത്തുമ്പോഴുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ ഞാൻ കരുപ്പിടിപ്പിച്ച കാര്യങ്ങളെ ഗീതയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇനി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇൻട്രഡക്ഷൻ നിങ്ങൾ ഗീതയും കൂടെ എന്റെ വായ്മൊഴികളിലൂടെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായേക്കാവുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വായ്മൊഴികളിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വന്നപ്പോൾ അത് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വ്യാസൻ തന്നിലേക്കുള്ള മഹത്തായ ഒരു അന്വേഷണത്തിനൊരുങ്ങുകയാണ്. തന്റെ കാമനയുടെ പൂർവ്വഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഭാരതീയ ഋഷീശ്വരന്മാർ ധർമ്മത്തെ ഏറ്റവും ഉയരെ വെച്ചിരുന്ന കാലങ്ങളിൽ അതിനെ നിലനിർത്തിപ്പോന്നത് രാജർഷിമാരാണ്. അവരെയാണ് ക്ഷത്രിയർ എന്ന് വിളിച്ചിട്ടുള്ളത്. ശ്രുതി അനുസരിച്ച് ക്ഷത്രിയൻ ഗുരുവാണ്, ബ്രാഹ്മണൻ വിദ്യാർത്ഥിയുമാണ്. നിങ്ങൾ കേട്ടതൊക്കെ ഇവിടെ മാറുകയാണ് കേട്ടോ, തിരിച്ചാവും കേട്ടിട്ടുണ്ടാവുക. ക്ഷത്രിയന് മുകളിൽ ആരുമില്ല. ക്ഷത്രാത് പരം നാസ്തി. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ബൃഹദാരണ്യകം 1:4-11 ഉപനിഷത്തിലുള്ളതാണ്. ഉപനിഷത്ത് ശ്രുതിയാണ്, അതിനെ മാറ്റിവെക്കാനാവില്ല. ബൃഹദാരണ്യക ഉപനിഷത്ത് 1-ാം ഖണ്ഡം 4-ാം ഭാഗം 11-ാം ശ്ലോകത്തില് ഋഷി നമ്മോട് പറയുന്നതാണ്. ആ ക്ഷത്രിയന്റെ രാജസൂയം കഴിഞ്ഞ് ആ ക്ഷത്രിയന്റെ രാജസൂയം കഴിയുമ്പോഴേ അവൻ പൂർണ്ണനാവും. തന്റെ മനോകാമനകളാകുന്ന സാമ്രാജ്യത്തിലൂടെയെല്ലാം തന്റെ മനസ്സാകുന്ന കുതിരയെ പായിച്ച് ആ സാമ്രാജ്യങ്ങളെല്ലാം അറിഞ്ഞ് കീഴടക്കി രാജസൂയം നടത്തി അറിവിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആ ക്ഷത്രിയന്റെ പാദാന്തികത്തിലിരുന്നു വേണം ബ്രാഹ്മണൻ പഠിക്കാൻ. ഇപ്പൊ ബ്രാഹ്മണൻ അവിടെ വിദ്യാർത്ഥിയാണ്. വേദസന്ദർഭത്തിൽ
ബ്രഹ്മജ്ഞാനമാണ് വിഷയമെന്നുള്ളത് കൊണ്ട് വിശ്വധാതുവിന് പ്രവേശിക്കുക എന്ന അർത്ഥവുമുള്ളപ്പോൾ വേദങ്ങളിലേക്ക്, അറിവിലേക്ക്, ആത്മജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നവനേ വൈശ്യനാവൂ. നിന്ദാസ്തുതികളും ധർമാധർമ്മങ്ങളും സത്യാസത്യങ്ങളും ഹൃദാനൃതങ്ങളും സമമാകുന്ന വിദു സകാലേനേഹ മഹതായോഗോ നഷ്ടപരന്തപ. ഹേ അർജുന, പരന്തപ, ഈ യോഗം നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന യോഗം പണ്ട് ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. മനു ഇക്ഷാകുവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ പരമ്പരയാ വന്ന യോഗം നിന്റെ ഈ കാലഘട്ടത്തിന് കുറച്ചു മുമ്പ് തന്നെ ദുർബലന്മാരെയും അജിതേന്ദ്രിയന്മാരെയും പ്രാപിച്ചിട്ട് നഷ്ടമായി. കാലം കൊണ്ട് നഷ്ടമായി. ആചാര്യ ഭഗവാൻ ഭാഷ്യത്തിൽ പറയും, ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യയോഗവും നഷ്ടപ്പെടുന്നത്. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും, ഈ യോഗം നിലനിർത്തിയ രാജർഷിമാർ ജിതേന്ദ്രിയന്മാരായിരുന്നു. അപ്പൊ ക്ഷത്രിയനാകാനുള്ള യോഗ്യത തന്നെ ജിതേന്ദ്രിയത്വമായിരുന്നു, ഇന്ദ്രിയ ജയമായിരുന്നു. കാളിദാസൻ തന്നെ രഘുവംശത്തില് ക്ഷത്രിയനെ വർണ്ണിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ സാഹിത്യത്തിൽ പോലും ഉണ്ട്. ക്ഷതത്കില ത്രാണനാതിഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷതം മുറിവ്, വേദന, മരണം. യാതൊരുവൻ തന്നെയും തന്നോട് പ്രതികരിക്കുന്ന വിഷയങ്ങളെയും ഈ ദൃശ്യപ്രപഞ്ചത്തെയും വേദനകളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, മുറിവിൽ നിന്ന് മോചിപ്പിക്കുന്നുവോ അവനാണ് ക്ഷത്രിയൻ. വേദനയുണ്ടാക്കാൻ, മുറിവുണ്ടാക്കാൻ, മരണമുണ്ടാക്കാനല്ല അതിന്നോളം ഒരായുധവും സമർത്ഥമല്ലെന്ന് മറക്കരുത്. അത് കത്തിയായാലും AK-47 ആയാലും പൊക്കാറനിൽ പരീക്ഷിച്ച ബോംബായാലും സാധനം എന്തു തന്നെയായാലും അത് മുറിവുണ്ടാക്കാൻ, വേദന ഉണ്ടാക്കാൻ, ഭയമുണ്ടാക്കാൻ ഒക്കെ അല്ലാതെ ഭയത്തെ ഉന്മൂലനം ചെയ്യാൻ ഇന്നോളം ഒരു ചെറിയ കത്തി പോലും സഹായകമല്ലെന്ന് മന്ദബുദ്ധികൾ പോലും സമ്മതിക്കും. പിന്നല്ലേ നിങ്ങളും ഞാനും. അതുകൊണ്ട് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് അറിവുകൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ലെന്ന് എനിക്കും നിങ്ങൾക്കും നിതരാം ബോധ്യമാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയിൽ എവിടെയെങ്കിലും ക്ഷത്രിയനെന്ന് കണ്ടാൽ തന്റെ അറിവുകൊണ്ട് സമസ്ത വേദനകളെയും ദുഃഖങ്ങളെയും മുറിവുകളെയും മരണത്തെയും ഒക്കെ ഉല്ലംഘിച്ചവൻ. ആ ക്ഷത്രിയരാൽ അനുവർത്തിച്ചു പോന്ന പൂർവസൂരികളായ അവർ പരമ്പരയാ അനുഷ്ഠിച്ചു പോന്ന ആ പാരമ്പര്യ സ്രോതസ്സിലേക്കാണ് വ്യാസൻ നമ്മെ കൂട്ടിക്കൊണ്ടത്. ഇത് അച്ഛൻ മക്കൾക്ക് എന്ന നിലയിലല്ല ഭാരതത്തിന്റെ പരമ്പര. ദുർബലന്മാർ വരുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. പ്രജാതന്തു ക്ഷത്രിയനെ സംബന്ധിച്ച് രാജ്യത്തിലെ മുഴുവൻ പേരുമാണ്. മഹാഭാരത ആരുടെ പേരോട് ചേർത്ത് പറയുന്നുവോ ആ ഭരതന് ഉള്ള 8 ഭാര്യമാരില് ഉണ്ടായ പുത്രന്മാരെയൊക്കെ ഭാര്യമാർ തന്നെ കൊന്നുകളയുകയാണ്. മഹാഭാരതത്തിൽ തന്നെ നമുക്ക് ഈ ചിത്രം വായിക്കാം, ചിത്രം കാണാം. കാരണം അവരാരും ഗുരുകുലത്തിലെ പഠന സമയത്ത് ഈ രാജർഷി പദത്തിന് യോഗ്യരാവും വിധം അറിവുള്ളവരല്ലെന്ന് ഭരതൻ തിരിച്ചറിഞ്ഞു. അതിന്റെ പേരിൽ ഭാര്യമാർ തന്നെ, അമ്മമാർ തന്നെ കുപുത്രന്മാരാണെന്നറിഞ്ഞ് അവരെ ഉന്മൂലനം ചെയ്യുന്നത്. കഥ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്. അവിടെ വാക്കിന് അവരുടെ അറിവില്ലായ്മ എന്നൂടെ ചേർക്കണം. ഇത് അമ്മമാരാ, ഭരതനല്ല ചെയ്തത്. അതും കൂടെ പ്രത്യേകം ഓർത്തോണം. ഭരതൻ ഭൂമന്യുവിനെ തന്റെ രാജ്യമേൽപ്പിക്കുകയാണ്. ഭരതനിൽ നിന്ന് ഭൂമന്യു, ഭൂമന്യുവിൽ നിന്ന്, അങ്ങനെയാണ് ഈ പരമ്പര വരുന്നത്. ഇവിടെ ഉത്തുംഗമായ കാമത്യാഗം ഇടയ്ക്കിടയ്ക്ക് തകർന്നിട്ടുണ്ട്. അതിനെല്ലാം മനോഹരങ്ങളായ ന്യായങ്ങൾ നൽകുന്നത് ദുഃഖത്തിലേക്കാണെന്ന് വ്യാസൻ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഏത് കാമത്തിനും പിതൃസ്നേഹമെന്നും പുത്രസ്നേഹമെന്നും മാതൃപുത്ര ബന്ധമെന്നും ഒക്കെ ബന്ധങ്ങളെ പറഞ്ഞ് മനുഷ്യൻ, അറിവുള്ളവർ പോലും ന്യായീകരിക്കാറുണ്ട്. ഒരു ന്യായം കൊണ്ടും കാമനയെ ന്യായീകരിക്കാനാവില്ലെന്ന് വ്യാസന്റെ നിശ്ചിതമായ അഭിപ്രായമാണ്. നാം കാട്ടിക്കൂട്ടുന്ന കാമങ്ങൾക്കൊക്കെ ന്യായീകരണങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് അന്യായമായി ഒന്നുമില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അന്യായമെന്ന് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം അവരുടെ കാമന നമുക്കില്ലാത്തതുകൊണ്ട്. വ്യാസഹൃദന്തം ഇതിൽ വേദനിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പരിതപ്തമായ അവസ്ഥ ആവിർഭവിക്കുന്നത് ശന്തനുവിലാണ്. അവിടെ മുതലാണ് നിങ്ങൾ മഹാഭാരതം എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള കഥകൾ യയാതിയുടെയും ഒക്കെ കിടക്കുന്നു, പ്രദീപന്റെയും ഒക്കെ കിടക്കുന്നു. നമുക്കതിലേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ മൂലം തുടങ്ങിയാൽ മതി. വൃദ്ധനായ പിതാവ്, ബലവാനായ പുത്രൻ ഗംഗാദത്തൻ, രാജ്യത്ത് യുവരാജാവായ അഭിഷേകവും കഴിഞ്ഞു. പിതാവിന് ദുഃഖിതനാണ്. പുത്രന്റെ കടമയാണ് അച്ഛനെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക. അറിവുകൊണ്ടാണ് മോചിപ്പിക്കേണ്ടത്, ആയുധം കൊണ്ടല്ല. അറിവുകൊണ്ടേ ദുഃഖത്തിന് മോചനമുള്ളൂ.
പിതാവ് കാമതപ്തനാണ്. കാരണം നായാട്ടിന് പോയ പിതാവ് കാളിയെ, സത്യവതിയെ കാണാനിടയായി. അതാണ് ദുഃഖത്തിന്റെ കാരണം. പൂർവപക്ഷത്ത് കാമം തന്നെയായിരുന്നു. അച്ഛന്റെ ദുഃഖത്തെപ്പറ്റി ചോദിച്ച പുത്രനോട് അച്ഛൻ പറഞ്ഞത് വളരെ മനോഹരമായ വാക്കുകളാണ്. മോനെ, നീ ബലവാനാണ്, നീ ഒരു പുത്രനെ ഇരിക്കുള്ളൂ, നീ ആരെയും വകവെക്കില്ലാത്ത ധിഷണാശാലിയാണ്, നീ യുദ്ധത്തിൽ മരിച്ചുപോയാൽ എന്റെ രാജ്യം എന്താവും? നമ്മിലെ എല്ലാ മനുഷ്യനും നമ്മുടെ കാമത്തെ സുരക്ഷിതമായൊരു സ്ഥാനത്ത് വെച്ചുകൊണ്ട് നാം പഠിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളെ ഉപയോഗിച്ച് ആ കാമം നടപ്പാക്കുന്നതിന് സമർത്ഥമായൊരുങ്ങുന്ന ചിന്തയുടെ ലോകം മുഴുവൻ വ്യാസൻ വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ അച്ഛനായ ശന്തനു എനിക്ക് സത്യവതിയോട് തോന്നിയ കാമമാണ് എന്റെ ദുഃഖത്തിന് കാരണം എന്നല്ല പറഞ്ഞത്. മോനെ, നീ മരിച്ചു പോവാം. ഞാൻ മഹാഭാരതത്തിലേതാ പറയുന്നത്, നിങ്ങൾ മറ്റു വല്ല കഥയിലും വായിച്ചിട്ടുള്ളോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് സംശയങ്ങൾ പലതും വന്നുകൂടിയേക്കാം. മഹാഭാരതം മൂലമെടുത്തോ, മൂലത്തിന്റെ ഭാഷാ വിവർത്തനമായ പ്രകാശത്തിന്റെ ഗദ്യമെടുത്തോ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പദ്യവിവർത്തനമെടുത്തോ, കൃഷ്ണവാര്യര് കുറെ ഭാഗം മഹാഭാരതം ശ്ലോകവും അന്വയവുമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്, അതെടുത്തോ. B.C. റോയ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്, അതെടുത്തോ. നിങ്ങൾക്ക് പഠിക്കാം. എവിടെയെങ്കിലും മഹാഭാരതം എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രിന്റ് ചെയ്ത കഥകളൊന്നും എടുത്ത് വായിച്ചിട്ട് സംശയം ചോദിക്കരുത്. എനിക്കറിയില്ല. ചിത്രകഥകളൊന്നും മഹാഭാരതത്തോട് നീതി പുലർത്തിയതല്ല, ആധുനിക സിനിമകളോട് നീതി പുലർത്തിയതാണ്. അവയ്ക്കൊന്നും നമുക്ക് ഉത്തരവില്ല. പ്രത്യേകം ഓർക്കണേ. അപ്പോ ഗംഗാദത്തനോട് ശന്തനു പറയുന്നത്, കുമാര, നീ ഒരു മകനേ ഉള്ളൂ, നീ എത്ര ബലവാൻ, നീ മരിച്ചാൽ, നീ യുദ്ധക്കളത്തിൽ മരിക്കാം, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. ഇതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. അച്ഛന്റെ ഈ കാമനയെ അറിവുകൊണ്ട് മാറ്റാൻ മകന് പറ്റുന്നില്ല. ഉപനിഷത്തിൽ പറ്റുന്നത് കൊണ്ട് മകൻ ദുഃഖിക്കുന്നില്ല. ഉപനയന സന്ദർഭത്ത് അച്ഛൻ കാമതപ്തനാണെന്നറിഞ്ഞു. അച്ഛന്റെ പേരിൽ കിടക്കുന്ന സ്വത്തെല്ലാം അമ്മയുടെയും എന്റെയും ഒക്കെ പേരിൽ വെച്ചിട്ട് അച്ഛന്റെ പേരിൽ കുറച്ച് മാത്രം ഒടിഞ്ഞ കാലൊടിഞ്ഞ പശുവിനെയൊക്കെ വെച്ചിട്ട് ദാനം ചെയ്യുന്ന അച്ഛനെ കണ്ടു. നമ്മൾ ഇൻകം ടാക്സിലൊക്കെ ചെയ്യുന്ന പോലെ ഭാര്യയുടെയും പിള്ളേരുടെയും പേരിലാക്കിയിട്ട് നമ്മൾ പാപ്പരായി കഴിഞ്ഞാൽ ചിട്ടിക്ക് വേണ്ടി വാങ്ങിച്ച കാശൊന്നും കൊടുക്കണ്ട. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് സമർത്ഥമായിട്ട്. അതുപോലെ തന്നെയാണ് ഒരു പിതാവ് ചെയ്യാൻ ഒരുങ്ങുന്നത്. തന്റേതല്ലേ ദാനം ചെയ്യേണ്ടുള്ളൂ, ഇതൊക്കെ മകന്റേതായി ഭാര്യയുടേതായി ദാനം ചെയ്യണ്ട. പക്ഷെ മകൻ അച്ഛൻ്റെ അടുക്ക ചെന്നു. അച്ഛനോട്, അച്ഛൻ ഗുരുസ്ഥാനീയനാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. അപ്പോ അച്ഛനെ ദൈവതുല്യനാക്കിയിട്ട് ആരാധിക്കാനാ പറയുന്നത്. അല്ലാതെ അച്ഛൻ ഇപ്പൊ കള്ളനാണെങ്കിൽ ആരാധിക്കാനല്ല. അപ്പൊ എന്റെ അച്ഛൻ കള്ളനായി പോയാലും അച്ഛനല്ലേ, അതുകൊണ്ട് ആരാധിക്കാൻ വേദം അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ വേദം തെറ്റി. അങ്ങനെയാണെങ്കിൽ സ്മൃതിയിൽ അപ്പുറത്ത് പറഞ്ഞ ഗുരോരപ്യവലിപ്തസ്യ കാര്യാകാര്യം അജാനത ഉൽപദം പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം എന്ന പ്രമാണവും തെറ്റി. അതുകൊണ്ട് എന്റെ അച്ഛനെ ഉത്തമനാക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ടാണ് മകൻ ചെന്ന് വിനയം നിറഞ്ഞ ഭാഷയിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കുക? അച്ഛന്റെ ദാനത്തിലൊന്നും കയറി ഇടപെട്ടില്ല. പക്ഷെ ഞാനും അച്ഛന്റെ ഒരു വസ്തുവാണ്. അച്ഛൻ എന്നെ ആർക്കാണ് അച്ഛാ ദാനം ചെയ്യാൻ? ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അച്ഛൻ കേട്ടില്ല എന്ന് വെച്ചു. രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത്, നിന്നെ ഞാൻ യമധർമ്മന് കൊടുക്കുകയാണ്. ആ യാത്രയിലൂടെ അച്ഛനെ മാറ്റിയെടുക്കുകയാണ്. ഇത് അറിവിന്റെ വഴിയാണ്. മറ്റേ വഴിക്ക് ആര് തിരിഞ്ഞുവോ അവനും ദുഃഖിതനാവും. അവനും നീണ്ട ശരശയ്യ തന്നെയാണ് വച്ചിരിക്കുന്നത്, ആരായിരുന്നാലും. ഇത് വ്യാസന് ഭംഗിയായി അറിയും. അതുകൊണ്ട് ഈ പുത്രൻ അച്ഛനോട് എന്ന് വളരെ ചോദിച്ചപ്പോൾ മനസ്സിലായി, അച്ഛനെ എന്തോ കാമം അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പുത്രദുഃഖമാണ് അച്ഛന്റെ ദുഃഖം. ഒരു പുത്രനേ ഉള്ളൂ, ഒരു പുത്രനും കൂടെ വേണമെന്നുള്ള ദുഃഖമാണ്. അമാത്യനോട് ഇന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കാളിയെ കണ്ട ഓരോ കയറിയുന്നത്. നേരെ അങ്ങോട്ട് പോയി. യുവരാജാവ് അവിടെ ചെന്ന് 2 ശപഥങ്ങൾ ചെയ്യുകയാണ്. കാമന കടന്നു വരുമ്പോൾ ശപഥങ്ങളൊക്കെ പെട്ടെന്ന് വരും. സത്യവതിയെ ചോദിച്ച ഗംഗാദത്ത കുമാരൻ ദാശമുഖ്യന്റെ അഭിപ്രായം കേട്ട ആദ്യത്തെ ശപഥത്തിൽ തനിക്ക് രാജ്യം വേണ്ടെന്ന് ശപഥം ചെയ്യുക. അതിന് സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പൂർണ്ണ സ്വതന്ത്രനാണ് അദ്ദേഹം. എനിക്ക് രാജ്യം വേണ്ടെന്ന് തീരുമാനിക്കാം.